ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഇന്നും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നും എൻ്റെ ജോലി അതല്ലേ കൂട്ടുകാരെ. അപ്പോൾ രാവിലത്തെ പണിയെന്ന് വെച്ചാൽ രാവിലെ എഴുച്ച് നിന്ന് ഈ കിളികളുടെ ആരംഭം ശബ്ദം കേൾക്കാം. പക്ഷേ ഇവിടെ കിളികളൊന്നുമില്ല, കുറേ കാക്കകൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ രാവിലെ കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടിട്ട് എപ്പോഴും പരിസരത്ത് കാക്ക കാണാം. അതിൻ്റെ ശബ്ദം മാത്രമേ ഇവിടെയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ കുഞ്ഞി കിളികളും മൈന മാടത്തെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെയാണ്. പരിസരത്ത് ഇഷ്ടംപോലെ വീടുള്ളതുകൊണ്ടിട്ട് അങ്ങനത്തെ കിളികളൊന്നും വരത്തില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫറെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിൽ കയറി കഞ്ഞിക്ക് വെള്ളം ഇട്ട്. ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇടുന്നത് എങ്ങനെ അറിയാം? വെള്ളം ഇട്ടിട്ട് തിളച്ചതിന് ശേഷം അരി ഇടണം. കാരണം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ അരിയും വെള്ളവും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ ഒരു തിളപ്പ് തിളയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഇറക്കി റൈസ് കുക്കറിലോട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ഞാൻ അടുപ്പിൽ അരിയൊക്കെ വെച്ചിട്ടാണ് നിന്നപ്പോൾ എൻ്റെ അരി പെട്ടെന്നൊക്കെ പക്ഷേ നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് അല്ല, കുറേ സമയമൊക്കെ എടുത്തില്ലേ, നമ്മളിപ്പോൾ സ്പീഡൊക്കെ കൂട്ടിയിട്ടിരിക്കില്ല, അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കണോണ്ടിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അരിയൊക്കെ തിളച്ച് ഞാനൊന്ന് ഇറക്കി വെച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാബേജൊക്കെ എടുത്ത് തോരത്തിനരിഞ്ഞ്, പിന്നെ ഒരു സവാളയൊക്കെ എടുത്ത് അതും കൂടെ തോരത്തിന് അരിഞ്ഞിട്ടൊക്കെ വെച്ചിട്ട് വെളിയിലേ ഒരു ചേട്ടൻ നിന്ന് അവിടുത്തെ പറമ്പിൽ കിടന്ന് ഓലയെല്ലാം വരിയിട്ട് തീ കത്തിക്കുവാണേ. അപ്പം ഞാൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അകത്ത് പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട് കയ്യിൽ, ഈ കയ്യിരിപ്പൊക്കെ ഉണ്ട് എനിക്ക് അവിടെ നിന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ ആരെങ്കിലും കാണുമെന്നോ അങ്ങനത്തെ ഒരു ചമ്മലൊന്നുമില്ല. മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം നോക്കുമ്പോൾ എല്ലാം എൻ്റെ കൂട്ടുകാരല്ലേ. ഇതിനകത്ത് ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് കൂടുതൽ അടുത്ത് പോയാൽ എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് നിൽക്കും. കാരണം ഇതിനകത്ത് കാണുന്ന എല്ലാം എൻ്റെ സ്ഥിരം ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളായിരിക്കും. അങ്ങനത്തെ ഇതിൽ നമുക്ക് വൃത്തികേടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം മൂഡിലൊക്കെ അങ്ങനെ നിൽക്കും. നല്ല മൈൻഡാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ മൈൻഡ് നല്ലതല്ലെങ്കിൽ എപ്പോഴും മോന്ത ഒരുമാതിരി ഇങ്ങനെ വീർത്ത് കെട്ടി കണക്ക് വരും. വീർപ്പിക്കാനായിട്ട് അതിൽ മോന്തയില്ല, ഇങ്ങനെ ഇരിക്കണേ. അതുകൊണ്ടിട്ട് ഞാൻ ഒരു ദുഃഖത്തിൽ ഒരുമാതിരി നിൽക്കും. ഇല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ലതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നൊരു അടുക്കളയിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കര എന്തോ ഒരു മൈൻഡൊക്കെ നല്ലതായിട്ട് ഇരുന്നു. കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ടിട്ട് പാട്ടും പാടി കളിച്ചും ചിരിച്ചും അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ തന്നെ എൻ്റെ അടുക്കളയായിട്ടുള്ള മൈപ്പിടുത്തമാണ്. ഈ അടുക്കള വിട്ട് എനിക്ക് വേറെ ഒരു ലോകമില്ല. എന്തെങ്കിലും ഒരു കട്ടൻ ചായ ഇടണമെങ്കിൽ തന്നെ എൻ്റെ അടുക്കളയിൽ കയറിയാലേ എനിക്ക് പറ്റത്തുള്ളൂ എന്നുള്ളൊരിതാണ്. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പം സ്വന്തമായിട്ടൊരു അടുക്കള സ്വന്തമായിട്ട് ഉണ്ടെന്നൊരു അഹങ്കാരം എനിക്കുണ്ട് കേട്ടോ. എൻ്റെ സ്വന്തം അടുക്കള അത് മറ്റാർക്കും അല്ല എന്നൊരു അഹങ്കാരം എനിക്കുള്ളത് കൊണ്ടിട്ടാണ് ഈ അടുക്കള കിടന്ന് ഈ പയറ്റത്തിൽ നടന്നത്. അപ്പം എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ എൻ്റെ മക്കൾ വരത്തുള്ളൂ. കാരണം ഞാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു അടുക്കള. അപ്പോൾ ആ അടുക്കള എൻ്റെയും മാത്രമുള്ളൊരു ലോകമാണ്. അവിടെ ഇനിയും മൂന്നാം സ്ഥാനം വേറെ ഒരാൾക്ക് സ്ഥാനം ഞാൻ കൊടുക്കില്ല. അഥവാ കൊടുത്താൽ ഞാൻ മാറിയിരിക്കണം. അപ്പോഴത്തെ ഈ അടുക്കള ഒരു കോലത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തോരനൊക്കെ അടുപ്പിലാക്കി തോരനെല്ലാം വച്ചതിന് ശേഷം അടുത്ത് വേറെ കറിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാനൊരു രസം കൂടെ വെച്ചു. ഈ രസം വയ്ക്കാൻ സമയമായപ്പം കൂട്ടുകാരെ എൻ്റെ രസം വയ്ക്കേണ്ട കായപ്പൊടി തീർന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പം വിചാരിച്ചെന്നത് സാരമില്ല, കായമില്ല, നമ്മൾ മാത്രം തന്നെയല്ല വേറെ ആർക്കും കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇച്ചിരി ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഒരു രസമായിട്ട് അങ്ങ് തട്ടിക്കുട്ടി വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മീൻ ഉണക്കി വെച്ചിട്ടുണ്ടേ. ഞാനെടുത്ത് മീനൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് പിന്നെ അതൊന്ന് മീൻ വൃത്തിയാക്കി ക്ലീനാക്കി കഴുകി ഉണക്കിയതാണ്. ഈ ഒന്നും വന്നിരിക്കാതെയാണ് നന്നായിട്ട് കഴുകി ഉണക്കിയത്. അതുകൊണ്ടിട്ട് നല്ല ക്ലീനാണ്. അപ്പോൾ ആ മീനൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ച് അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയപ്പോഴേ ഭയങ്കര ഉപ്പാണ്. ആ മീനിൽ നല്ല ഉപ്പുണ്ടായിരുന്നു. ഞാനെന്തെന്ന് പറയാം, മക്കൾക്ക് കൊടുക്കാതെ എടുത്ത് പാത്തു വെച്ചിരിക്കുമായിരുന്നു. മക്കൾക്ക് കൊടുത്താൽ പിള്ളേർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഉപ്പിട്ട മീനുണ്ട്, ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചെന്ന്. പിന്നെ അങ്ങനെ എന്നെ വല്ലതൊക്കെ ചീത്ത വല്ലതും പറയാം. അതുകൊണ്ടിട്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ അടച്ചിട്ട്, ഈ ചോറടയ്ക്കുന്ന മുമ്പ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം? 2 വെള്ളം പച്ചവെള്ളം ഒഴിക്കും ചോറിൽ. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ കട്ടിയെല്ലാം അങ്ങ് പോയതിന് ശേഷമാണ് ചോറടച്ചിടുന്നത്. അപ്പം ചോറ് നല്ല പയറ് പോലത്തെ ചോറ് കിട്ടും. അപ്പോൾ റേഷൻ വെള്ള അരി വാങ്ങിക്കണവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ഈ സുലേഖരിയുടെ ചോറ് പോലെ കഴിക്കും. ഇതിനിടയ്ക്ക് അരി അടച്ചിട്ടിട്ട് പിന്നെ ഞാൻ രസം വെച്ച്. രസം വെച്ചപ്പോൾ എനിക്കതിലെന്തോ ഒരു കുറവ്. പുളി ഉപ്പെല്ലാം ഉണ്ട്, പക്ഷേ ഈ രസത്തിനൊരു മധുരം വേണമല്ലോ. അപ്പം ഞാൻ സ്ഥിരം ചെയ്യണ പണിയാണ് ഇതെനിക്ക്. സാമ്പാർ വയ്ക്കുമ്പോഴും വയ്ക്കുക, പക്ഷേ ആ സാമ്പാർ ചോറിൻ്റെ കൂടെ എടുക്കത്തില്ല. ഇഡലിയും ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനത്തെ പണി ചെയ്യും. നോർത്ത് ഇന്ത്യ ഒരു ഡിഷുമാണത്, സാമ്പാറിൽ മധുരം ഇടുന്നത്. തമിഴും വയ്ക്കും, തമിഴ്നാട്ടിൽ വയ്ക്കുമെന്ന് തോന്നുന്നത്. ഹിന്ദിക്കാരന്മാരും ഞാൻ ചെയ്യും കേട്ടോ. സാമ്പാറിൽ മധുരം ഇടണത് അല്ലെങ്കിൽ ശർക്കര ഇടണം. അതേ സ്വഭാവം എനിക്കും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാൾ അവിടെ കിടന്ന് പയറ്റി തെളിഞ്ഞുകൊണ്ട് എനിക്ക് അവിടുത്തെ ഇതൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയും ചെയ്യും.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയെല്ലാം ക്ലീനാക്കി വെച്ചാൽ പിന്നെ സമാധാനമായിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഇരിക്കുകയോ കിടക്കുകയോ വല്ല സിനിമ കാണുകയോ, മൊബൈലിൽ തന്നെയാണ് ഈ പണിയെല്ലാം കാണിക്കുന്നത്. സിനിമ കാണുകയോ നമുക്ക് എന്തൊരു വേണം ചെയ്യാം. അതുകൊണ്ടിട്ട് അടുക്കള സമാധാനമായിട്ട് വന്ന്. പിന്നെ ഒരു കാര്യം, അരി ഉഴുന്നും വെള്ളത്തിൽ ഇടണ്ട. കാരണം റേഷൻ കടയിൽ നിന്ന് ആട്ടാമാവ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തീരുന്നേരം പുട്ടായിരിക്കും ശരണം. പുട്ടേ 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 പുട്ട്. അപ്പോൾ ഇനി പുട്ടിൻ്റെ അങ്ങോട്ട് പോകാം. അതുകൊണ്ടിട്ട് നമുക്കിനി അരി ഉഴുന്ന് വെള്ളത്തിട്ടിട്ട് ഇടയ്ക്കൊന്ന് അടുക്കളയിലോട്ട് കയറണ്ടല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ആ പണിയൊക്കെ എളുപ്പമായത് കൊണ്ടിട്ട് പെട്ടെന്ന് പോയി ചൂലൊക്കെ എടുത്തൊന്ന് തൂത്ത് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോൾ രാത്രി അവിടെ തൂത്ത് ഒരു സൈഡിൽ ഒതുക്കി വയ്ക്കും, അകത്ത് വെളി കൊണ്ടുവരത്തില്ല. അപ്പോൾ രാത്രി നമ്മൾ അടുക്കളയിൽ ചൂലൊന്നും വയ്ക്കത്തില്ല, ചൂല് മാറ്റിക്കളയും കേട്ടോ. അങ്ങനെ മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടുക്കളയിൽ ചൂല് വയ്ക്കാൻ പാടില്ല, സന്ധ്യയ്ക്ക് തൂത്ത് വെളിയിലൊന്നും ഇറക്കാൻ പാടില്ല തെക്കോട്ട്. അതുകൊണ്ടിട്ട് രാവിലെ രാത്രി തൂത്ത് ഒരു സൈഡിൽ കൊണ്ട് ചൂലോട്ട് വെച്ചിരിക്കും. രാവിലെ ആയപ്പം ഇതുപോലെ അങ്ങ് തൂത്തങ്ങ് കളഞ്ഞാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ടാങ്ക് നിറഞ്ഞ് വെള്ളം കളയുന്നുണ്ട്, അപ്പോൾ അതും നോക്കണം. അടുപ്പിൽ രസം വെച്ചിട്ടുണ്ട്, അതും നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പടപടാന്ന് പറഞ്ഞിട്ട് എല്ലാ ജോലിയും ചെയ്യുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, നല്ല ലെന്തുണ്ടായിരുന്നേ, സ്പീഡ് കൂട്ടിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെളിയിലിറങ്ങി ടാങ്കിൻ്റെ ആ മീറ്റർ അവിടെ ചെന്ന് അത് ഓഫ് ചെയ്ത് വെച്ച്, പിന്നെ അവിടെ നിന്ന് പിന്നെ അപ്പുറത്ത് വായി നോക്കി കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തോട്ട് കയറി വന്ന് പിന്നെ വന്നതിന് ശേഷം പിന്നെ രസമൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ ആ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ച് എല്ലാം കഴിഞ്ഞതിന് സമാധാനമായിട്ട് ഇനി വന്ന് ചോറൊക്കെ ഒന്ന് നൂത്ത് വയ്ക്കാന്നുള്ള പ്ലാൻ. ഇതിൻ്റെ ഇടയ്ക്ക് രസമൊക്കെ അവിടെ നിന്ന് തിളച്ച് മറിയുകയാണ്. എന്നിട്ട് രസമൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറൊക്കെ നൂത്ത് വെച്ചിട്ട് അമ്മയ്ക്കും മകനും കൂടെ ചോറ് കഴിക്കാൻ നമ്മൾ ഇറക്കി വെച്ച ചില ദിവസങ്ങളിൽ മാത്രം മീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചോറ് കൊടുക്കത്തുള്ളൂ. കാരണം മീനിൽ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ പിടിക്കണമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, തോരനും രസവും മാത്രമല്ല, പിന്നെ ആ ഉണക്ക ചമ്മന്തി അത് ഞാൻ പിള്ളേർക്ക് കൊടുത്തതില്ല, കാണിച്ചതില്ല. അവർ പോലും അറിയാതെ ഉണ്ടാക്കി വെച്ച് എൻ്റെ തേങ്ങയും തീർന്ന് ഞാനെടുത്തങ്ങ് കളയുകയും ചെയ്തു. അത് അവരെ കാണിച്ചിരുന്നെങ്കിൽ അവർ അച്ഛൻ്റെ നിന്ന് ശരിക്കും വഴക്ക് എനിക്ക് കിട്ടിയേനെ. കാരണം അണ്ണന് ഇഷ്ടമില്ല ഞാൻ ഉണക്കമീൻ കഴിക്കണം. കാരണം എനിക്ക് ബി.പിയുടെ അസുഖമുള്ള ഒരാളാണ്. എവിടെയാണ് തലയടിച്ച് വീണെന്ന് അറിയത്തില്ല. ഈ ഇടയ്ക്കാണ് എൻ്റെ കമ്പനിയിൽ ഒരു പയ്യൻ പ്രഷർ കയറി വീണ് പിന്നെ ബ്ലഡ് കോട്ടായിപ്പോയി. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, നീ ബി.പി ഉണ്ടെങ്കിൽ അത് ഗുളിക കറക്റ്റായിട്ട് കഴിക്കണം, ഉപ്പൊന്നും കഴിക്കല്ലേ എന്ന് അവിടെ നിന്നാലും ആ മനുഷ്യൻ വിളിച്ചു പറയും. അതുകൊണ്ടിട്ട് അത് പേടിച്ചിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ എന്ന് വിചാരിച്ചു ഞാൻ അടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കാക്കയ്ക്കൊക്കെ ചോറ് കൊടുത്തു കേട്ടോ. കാക്കയ്ക്ക് കൊടുക്കാത്ത ഒരു പണിയില്ല. എപ്പോഴും കാക്കയ്ക്ക് രാവിലെയും കൊടുക്കും. ഒരു കഷ്ണം പുട്ടായിരുന്നാലും ഞാൻ ഉണ്ടാക്കി അത് കാക്കയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും എൻ്റെ മക്കൾക്കും കോരി എൻ്റെ മോനും കൂടെ കോരി വെച്ചതിന് ശേഷം ഞാനും എൻ്റെ ഇളയ മോളും കൂടെ ആഹാരം കഴിക്കണം. അപ്പോൾ ഈ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ.